ആ സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട്, എല്ലാവർക്കും ബാധകമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്റ്റുഡൻസ് നോട്ട് വെയറിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ആർ നോട്ട് അലൗഡ് ഇൻ ദ ക്ലാസ് റൂംസ് ഓർ ഇൻ ദ സ്കൂൾ പ്രിമിസസ് ഓൺ റെഗുലർ വർക്കിംഗ് ഡേയ്സ് എക്സെപ്റ്റ് ഓൺ ദെയർ ബർത്ത്ഡേസ്. ഈ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ ഇവർക്ക് എക്സംഷൻ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ യൂണിഫോം ധരിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ പ്രമൈസസിൽ, അതിന്റെ കോമ്പൗണ്ടിലോ ക്ലാസ് മുറികളിലോ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുക. നിങ്ങൾ മതം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ക്ലാസ്സിന് വെളിയിൽ നിൽക്കുക. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. അങ്ങനെ ഹെക്കിൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാനേജ്മെന്റിനുമുള്ള റൈറ്റിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഷൗട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനവും നേടാനായിട്ട് കഴിയില്ല. അത് ഈ നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡ് ആണ്. SDPIക്ക് അറിയാമല്ലോ ഈ നാട്ടിൽ ഹൈക്കോടതി വിധിയുണ്ടെന്ന്. നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണോ? ആ ഹൈക്കോടതി വിധി 7 വർഷമായിട്ട് ഫൈനാലിറ്റി അച്ചീവ് ചെയ്തിട്ട് നിലനിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന, നിങ്ങൾ ഈ പറഞ്ഞ ഭരണഘടനയിൽ 25, 26 മതസ്വാതന്ത്ര്യം കൊണ്ട് ഈ ഭരണഘടന അങ്ങ് തീർന്നു പോയോ?